സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ക്യുക്ക് റിവിഷൻ ആണ്. പല ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം CPO, WCPO, ASM പരീക്ഷയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ക്യുക്ക് റിവിഷൻ ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, സ്പേസ് എക്സുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ഹെക്സ് 20 ആണ്. ഹെക്സ് 20 2025 ജനുവരിയിൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട 3 യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യപ്പെട്ടു. അവ ഏതെല്ലാം? INS നീലഗിരി, INS സൂററ്റ്, INS വാഗ്ഷീർ. INS നീലഗിരി, INS സൂററ്റ്, INS വാഗ്ഷീർ. രാത്രി 12 ശേഷം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അഖിൽ P. ധർമ്മജൻ. ലോക ഉപഭോക്തൃ ദിനം 2025 പ്രമേയം എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽസ് എന്നതാണ് ഉപഭോക്തൃ ദിനം 2025 പ്രമേയം. ഉപഭോക്തൃ ദിനം ആയിട്ട് ആചരിക്കുന്നത് എന്നാണ് മാർച്ച് 15. എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽസ്. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആസാമാണ്. ആസാം സാറ്റ് എന്നാണ് ഇതിന് പേരിടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആസാം. 2025 മാർച്ചിൽ അന്തരിച്ച പാർലമെന്റിന്റെ ഇംപീച്ച് നടപടികൾക്ക് വിധേയനായ ആദ്യ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് വി രാമസ്വാമിയാണ്. ജസ്റ്റിസ് വി രാമസ്വാമി. സാമ്പത്തിക അവലോകന രേഖ പ്രകാരം ഇന്ത്യയിൽ സ്ഥിരം ശമ്പളം വാങ്ങുന്ന സ്ത്രീകളിൽ 1-ാം സ്ഥാനത്ത് എത്തിയത് കേരളമാണ്. കേരളം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പുതിയ ലൊക്കേഷൻ കോഡ് INTRV 01 എന്നാണ്. INTRV 01. INNYY എന്നായിരുന്നു പഴയ കോഡ്. 2024 ഡിസംബറിൽ സുവർണ ജൂബിലി ആഘോഷിച്ച ഇന്ത്യയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം 2024 ഡിസംബറിൽ സുവർണ ജൂബിലി ആഘോഷിച്ചത് വാങ്കഡെ സ്റ്റേഡിയമാണ്. വാങ്കഡെ സ്റ്റേഡിയം. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനായിട്ട് നിയമിതനായത് KK ഷാജു ആണ്. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ KK ഷാജു. 2025 ഗോഗോ ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിതനായത് സൽമാൻ ഖാൻ ആണ്. സൽമാൻ ഖാൻ. ബഹിരാകാശ ദൗത്യങ്ങൾക്കായി ISRO വികസിപ്പിച്ചെടുത്ത ISRO വികസിപ്പിച്ചെടുത്ത അതിവേഗ മൈക്രോ പ്രോസസ്സറുകൾ വിക്രം 3201 കൽപ്പന 3201 വഖഫ് ഭേദഗതി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചത് ആര്? കിരൺ റിജിജു. കിരൺ റിജിജു. DRDO വികസിപ്പിച്ചെടുത്ത ഒരു ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ BM-04. BM-04. ലോക ആരോഗ്യ ദിനം 2025 പ്രമേയം ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് എന്നാണ്. ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 7. ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ GI ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 75 ഉൽപ്പന്നങ്ങൾക്കാണ് GI ടാഗ് ലഭിച്ചിട്ടുള്ളത്. 2025 മാർച്ചിൽ കേരളത്തിൽ നിന്നും ഭൗമ സൂചിക പദവി ലഭിച്ച ഒരു പരമ്പരാഗത ആദിവാസി കരകൗശല വസ്തു കണ്ണാടി പായ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഉഷ്ണതരംഗ മാപ്പിൽ ഉൾപ്പെട്ട കേരളത്തിലെ ആദ്യ ജില്ല പാലക്കാട്. ആലപ്പുഴയിലെ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം നെല്ലുകൾ
പുണ്യ, ആദ്യ എന്നിവയാണ്. വികസിപ്പിച്ചത് മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം. പുണ്യ, ആദ്യ എന്നിവ നെല്ലിനങ്ങൾ ആണ്. ലോക്പാൽ അധ്യക്ഷൻ ജസ്റ്റിസ് എ.എം. ഖാൽവിൽക്കർ. ജസ്റ്റിസ് എ.എം. ഖാൽവിൽക്കർ. ലക്ഷദ്വീപിലെ ആദ്യ സ്വകാര്യ ബാങ്ക്. ലക്ഷദ്വീപിലെ ആദ്യ സ്വകാര്യ ബാങ്ക് HDFC ബാങ്കാണ് കവരത്തി ദ്വീപിൽ. 2025 കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് നേടിയ മോഹിനിയാട്ടം കലാകാരി. കലാമണ്ഡലം സരസ്വതിയാണ്. കലാമണ്ഡലം സരസ്വതി. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ താലൂക്ക് ഏറനാട് താലൂക്ക്. ഏറനാട് താലൂക്ക്. 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ഗുകേഷ് ഡി, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ഭാക്കർ. ചെസ് താരം ഗുകേഷ് ഡി, ഹോക്കി താരം ഹർമൻപ്രീത് സിംഗ്, പാരാ അത്ലറ്റിക്സ് പ്രവീൺ കുമാർ, ഷൂട്ടിംഗ് താരം മനു ഭാക്കർ. 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ. ചന്ദ്രനിലിറങ്ങുന്ന ആദ്യത്തെ സ്വകാര്യ പേടകമാണ്. ആദ്യത്തേത് ഒഡീസിയസ്. ലോക ജൈവ ഇന്ധന ദിനം ഓഗസ്റ്റ് 10. സമുദ്രയാൻ പദ്ധതിയുടെ നിർമ്മാണ ചുമതലയുള്ള സ്ഥാപനം ഏത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി NIOT. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി NIOT. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം ഗെയിംസ് വൈഡ് ഓപ്പൺ. ഈ മാലിന്യം കൊണ്ട് നിർമ്മിച്ച മാത്രക എന്ന പ്രതിമ സ്ഥാപിക്കപ്പെട്ട സ്ഥലം. പ്രതിമയുടെ പേര് മാത്രക. കാൺപൂരിലാണ്. ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ്. ആശാ വർക്കർമാർക്ക് ഗ്രാജുവേറ്റ് പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. യുണിസെഫിന്റെ ധനസഹായം ലഭിച്ച കേരള സർക്കാർ പദ്ധതി ലിറ്റിൽ കൈറ്റ്സ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീമിനത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ സഖ്യം മനു ഭാക്കർ, സരബ്ജോത് സിംഗ് എന്നിവരാണ്. മനു ഭാക്കർ, സരബ്ജോത് സിംഗ്. വെങ്കല മെഡൽ. കുടുംബത്തിന്റെ വാർഷിക വരുമാനം പരിഗണിക്കാതെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വേണ്ടി നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ്. ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ്. കേന്ദ്ര സർക്കാരിന്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡിന് അർഹമായ കേരളത്തിലെ സ്ഥലങ്ങൾ കടലുണ്ടി, കുമരകം. കടലുണ്ടിയും കുമരകവുമാണ് ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡിന് അർഹമായത്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കിരീടം നേടിയത് കാരിച്ചാൽ ചുണ്ടൻ. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ ചുണ്ടൻ. ദേശീയ സൈബർ സുരക്ഷാ അംബാസിഡറായിട്ട് നിയമിതയായത് സൈബർ സുരക്ഷാ അംബാസിഡർ രശ്മിക മന്ദാന. 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടി വേദി കസാനാണ്. റഷ്യയിലെ കസാൻ. 2024 ബ്രിക്സ് ഉച്ചകോടി വേദി. റിഗോലിത്ത് എന്നറിയപ്പെടുന്ന ചന്ദ്രനിലെ മണ്ണ് ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യം ചന്ദ്രയാൻ 4. 2026 ഫുട്ബോൾ ലോകകപ്പ് വേദി മെക്സിക്കോ, US, കാനഡ. മെക്സിക്കോ, US, കാനഡ എന്നീ രാജ്യങ്ങളിലായിട്ടാണ് 2026 ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത്. ISROയുടെ സൗര ദൗത്യമാണ് ആദിത്യ L1. മാധവ് ഗാഡ്ഗിലിന്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആര്? ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഡോക്ടർ MS സ്വാമിനാഥൻ. കൃതിയുടെ പേര് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. ആരുടേതാണ്? മാധവ് ഗാഡ്ഗിൽ.
അവതാരിക എഴുതിയത് ഡോക്ടർ MS സ്വാമിനാഥൻ. കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സെൻട്രൽ ആണ്. തിരുവനന്തപുരം സെൻട്രൽ. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡി ഗുഗേഷ് പരാജയപ്പെടുത്തിയത് ആരെയാണ്? 2024 ഡിങ് ലിറനെയാണ്. ഡിങ് ലിറൻ. 2024 ഫോബ്സ് മാസികയുടെ ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രാദേശിക ഗ്രാമീണ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്കാണ്. കേരള ഗ്രാമീൺ ബാങ്ക്. സ്പേസ് ടോക്കിംഗ് എക്സ്പെരിമെന്റിന്റെ ഭാഗമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങൾ ചേസറും ടാർജറ്റുമാണ്. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് സ്പെഡെക്സിന്റെ ഭാഗമായിട്ട് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളാണ് ചേസർ, ടാർജറ്റ് എന്നിവ. 2024 ലോക ക്ഷീര ഉച്ചകോടിയുടെ വേദി പാരീസ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിലെ 69ാമത്തെ അംഗം ഇസ്രായേൽ. 2024 വയലാർ അവാർഡിന് അർഹനായത്. വയലാർ അവാർഡ് 2024 അശോകൻ ചെരുവിൽ. പ്രശസ്ത ലെറ്റർ ബോക്സ് വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ച 2024 പുറത്തിറങ്ങിയ ലോകത്തിലെ ഏറ്റവും മികച്ച 25 ഹൊറർ ചിത്രങ്ങളുടെ പട്ടികയിൽ 2ാം സ്ഥാനം നേടിയ മലയാള സിനിമ ഏതാണ്? ബ്രഹ്മയുഗം. സൈബർ സുരക്ഷ പ്രോത്സാഹിപ്പിക്കുവാനുള്ള ദേശീയ അംബാസഡറായി 2024 നിയമിതയായ ചലച്ചിത്ര നടി രശ്മിക മന്ദാന. ബാങ്ക് ഓഫ് ബറോഡയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കർ. ബാങ്ക് ഓഫ് ബറോഡ അംബാസഡർ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ട് നിയമിതയായത് വിജയ കിഷോർ രഹത്കർ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ. കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ കൊറോണയെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യമാണ് പ്രോബ 3 എന്നത്. പ്രോബ 3 എന്തിനെക്കുറിച്ച്? സൂര്യന്റെ കൊറോണയെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യമാണ് പ്രോബ 3. ഇന്ത്യയിലെ ആദ്യത്തെ QR അധിഷ്ഠിതമായ നാണയ മെഷീൻ ഉദ്ഘാടനം ചെയ്തത് കോഴിക്കോടാണ്. കോഴിക്കോട്. തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ സംവിധാനമാണ് സഹജ. ക്യാൻസർ മരുന്നുകളുടെ GST എത്ര ശതമാനമായിട്ടാണ് കുറച്ചത്? 5%. മുൻപ് 12% നിലവിൽ 5%. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്ന ബ്ലൂ കാർബൺ കൊണ്ട് സമൃദ്ധമാണെന്ന് കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം കുട്ടനാട്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നൽകുന്ന 2024 വർഷത്തെ മികച്ച ഗോൾ കീപ്പർ പുരസ്കാരം നേടിയ മലയാളി PR ശ്രീജേഷ്. അടുത്തിടെ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഇന്ത്യൻ ഭാഷകൾ ഏതൊക്കെയാണ്? മറാത്തി, പാലി, പ്രാകൃത്, ബംഗാളി, ആസാമീസ്. മറാത്തി, പാലി, പ്രാകൃത്, ബംഗാളി, ആസാമീസ്. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായത് ജിനോ സക്കറിയ ഉമ്മൻ. അരുന്ധതി റോയിയുടെ ആദ്യ ഓർമ്മക്കുറിപ്പ് മദർ മേരി കംസ് ടു മീ. കോളറ പ്രതിരോധിക്കുന്നതിനായി ഭാരത് ബയോടെക് വികസിപ്പിച്ച വാക്സിൻ ഹിൽകോൾ. 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനായിട്ട് നിയമിതനായത് KN ഹരിലാൽ. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. ഇന്ത്യയുടെ തുറമുഖ, ഷിപ്പിംഗ്, ജലപാത മന്ത്രാലയം ബ്രാൻഡ് അംബാസഡറായി നിയമിതയായത് മനു ഭാക്കർ. UN ഏത് വർഷമായിട്ടാണ് 2024 പ്രഖ്യാപിച്ചിട്ടുള്ളത്? 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷം. 2024 ലോകസുന്ദരി മത്സരത്തിന്റെ വേദി മുംബൈ. വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള തരിശുഭൂമിയിലും സർക്കാർ സ്ഥാപനങ്ങളുടെ ഭൂമിയിലും അത്യാധുനിക രീതിയിൽ കൃഷി ചെയ്യുവാനുള്ള പദ്ധതി
നവോത്ഥാൻ പദ്ധതി. നവോത്ഥാൻ. ന്യൂ അഗ്രികൾച്ചർ വെൽത്ത് ഓപ്പർച്യൂണിറ്റീസ് ഡ്രൈവിംഗ് ഹോർട്ടിക്കൾച്ചർ ആൻഡ് ആഗ്രി ബിസിനസ് നെറ്റ്വർക്കിംഗ്. നവോത്ഥാൻ പദ്ധതി. ആന്ധ്രാപ്രദേശിനും ബീഹാറിനും ശേഷം ജാതി സെൻസസ് ആരംഭിച്ച മൂന്നാമത്തെ സംസ്ഥാനം. തെലങ്കാന. 2024 ഇറാനി ട്രോഫി കിരീടം നേടിയത്. മുംബൈ. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത്. കെ ജയകുമാർ. കെ ജയകുമാറിന്റെ പിങ്കള കേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം. മുനമ്പം ഭൂമി വിഷയം പരിശോധിക്കാൻ സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷൻ. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ. തകഴി ചെറുകഥ പുരസ്കാരത്തിന് അർഹമായ പെലെയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ എന്ന ചെറുകഥ രചിച്ചത്. സുധീർ കുമാർ ആണ്. ചെറുകഥയുടെ പേര് പെലെയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ. രചിച്ചത് സുധീർ കുമാർ. കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? താഴെത്തുടുക്കിയാണ്. സൈലന്റ് വാലിയില് താഴെത്തുടുക്കി. സംസ്ഥാനത്തെ ആദ്യത്തെ കനാൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? കമ്പാലത്തറ. കനാൽ ജലവൈദ്യുത പദ്ധതി കമ്പാലത്തറ. 2025 ICC വനിതാ ഏകദിന ലോകകപ്പിന്റെ വേദി. ഇന്ത്യ. ലോക കരൾ ദിനം 2024 പ്രമേയം. കീപ് യുവർ ലിവർ ഹെൽത്തി ആൻഡ് ഡിസീസ് ഫ്രീ. ലോക കരൾ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 19. രാജ്യാന്തര മൊബൈൽ കമ്മ്യൂണിക്കേഷൻ പ്രസിദ്ധീകരണമായ ഏഷ്യൻ ടെലികോമിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇനീഷ്യേറ്റീവ് ഓഫ് ദി ഇയർ പുരസ്കാരം 2024 ലഭിച്ചത് കെ ഫോണിനാണ്. കെ ഫോൺ, കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക്. 2024 ഏപ്രിലിൽ സൂര്യന്റെ അരികിൽ കൂടി കടന്നുപോയ വാൽ നക്ഷത്രം. പോൺസ് ബ്രൂക്സ്. പോൺസ് ബ്രൂക്സ്. 2024 ലോക ഭൗമദിനം പ്രമേയം. 2024 ലോക ഭൗമദിനം പ്രമേയം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. ലോക ഭൗമദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 22. 2024 യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനം സ്ട്രാസ്ബർഗ്. ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ്. ഇന്ത്യയിലെ ആദ്യ നദി ഡോൾഫിൻ സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ നദി ഡോൾഫിനുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ബഹിരാകാശത്ത് പയറുവിത്തുകൾ മുളപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ ഗവേഷണ ഏജൻസി ISRO. ആത്മാവിന്റെ സങ്കേതങ്ങൾ കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ എന്ന ഡോക്യുമെന്ററി ആരുടേതാണ്? വേണു നായർ. 2025 ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ശാസ്ത്രജ്ഞൻ രാജഗോപാല ചിദംബരം. രാജഗോപാല ചിദംബരം. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് ജഗതി ശ്രീകുമാറിനാണ്. ജഗതി ശ്രീകുമാർ. 2025 18ാമത് പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദി ഭുവനേശ്വർ. 2024-25 ഇന്ത്യയുടെ GDP വളർച്ച 6.4%. അടുത്തിടെ ചൈന അവതരിപ്പിച്ച ഏറ്റവും വേഗമേറിയ ബുള്ളറ്റ് ട്രെയിൻ CR450. CR450. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചിത്രം. ഇതുവരെ
പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബിൽ നാരി ശക്തി വന്ദൻ അധിനിയം, വനിതാ സംവരണ ബിൽ. 2023 പേരാണ് നാരി ശക്തി വന്ദൻ അധിനിയം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംതാർ. ലോക ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യയാണ്, 2ാമത് ചൈന. അന്താരാഷ്ട്ര ഇന്റർനെറ്റ് സേവന ദാതാക്കളായ വൺ വെബിന്റെ 36 ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റ്. എത്ര ഉപഗ്രഹങ്ങളാണ്? 36 ഉപഗ്രഹങ്ങൾ. LMV3. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ആദ്യ ഇന്ത്യൻ ഗ്രാമം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സൈൻ ബോർഡ് സ്ഥാപിച്ചത് എവിടെയാണ്? ആദ്യ ഇന്ത്യൻ ഗ്രാമം മനയാണ്, ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലെ മന. ബഹിരാകാശത്ത് ഇന്ത്യക്കാരെത്തിക്കുവാനുള്ള ഗഗൻയാൻ പദ്ധതിയുടെ ആദ്യ പരീക്ഷണ ദൗത്യം അറിയപ്പെടുന്നത് TVD-1 എന്നാണ്. TVD-1. പ്രശസ്ത സാഹിത്യകാരി സാറ തോമസിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത കൃതി നാർമടിപ്പുടവ. കൃതിയുടെ പേര് നാർമടിപ്പുടവ. ആരുടേതാണ്? സാറ തോമസിന്റെ കൃതിയാണ്. കേരളത്തിൽ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 2023 ഏപ്രിൽ 25-നാണ്. 2023 ഏപ്രിൽ 25. 95ാമത് ഓസ്കാർ പുരസ്കാരദാന ചടങ്ങിൽ അവതാരകയായ ബോളിവുഡ് നടി ദീപിക പദുക്കോൺ. ക്ഷേത്ര ആചാരങ്ങൾക്ക് വേണ്ടി റോബോട്ട് ആനയെ ഉപയോഗിച്ച കേരളത്തിലെ ആദ്യത്തെ ക്ഷേത്രം ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം, തൃശ്ശൂർ. ഇരിഞ്ഞാടപ്പള്ളി രാമൻ റോബോട്ട് ആനയുടെ പേര്. G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം കുമരകം. 2025 വനിതാ IPL കിരീടം നേടിയത് മുംബൈ ഇന്ത്യൻസ്. റണ്ണേഴ്സ് അപ്പ് ഡൽഹി ക്യാപിറ്റൽസ്. ഭൂമിക്കപ്പുറത്ത് ജീവന്റെ സാധ്യത അന്വേഷിക്കാൻ 2024 ഒക്ടോബർ 14-ന് വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിലേക്ക് നാസ വിക്ഷേപിച്ച ഉപഗ്രഹം യൂറോപ്പ ക്ലിപ്പർ. 2025 UN കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാക്കുന്ന രാജ്യം 2025 ബ്രസീൽ ബെലേമിലാണ്. അടുത്തിടെ ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം ചൈന. ഭൂമിയിലെ ഏറ്റവും വിദൂരമായ സ്ഥലമായ പോയിന്റ് നെമോയിൽ എത്തിയ ആദ്യ വ്യക്തി ക്രിസ് ബ്രൗൺ ആണ്, ബ്രിട്ടൻകാരനായ ക്രിസ് ബ്രൗൺ. ലോക സന്തോഷ സൂചികയിൽ 1-ാം സ്ഥാനം നേടിയ രാജ്യം ഫിൻലാൻഡ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോ. പാഴ്സി ലേഡി എന്ന ചിത്രം ആരുടേതാണ്? പാഴ്സി ലേഡി രാജ രവിവർമ്മ. രാജ്യത്ത് ആദ്യമായിട്ട് ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്ത് മീനങ്ങാടി പഞ്ചായത്ത്, വയനാട് ജില്ലയിലെ മീനങ്ങാടി പഞ്ചായത്ത്. 2024 ഇറാസ്മസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരൻ അമിതാവ് ഘോഷ്. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയതിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2023 ആഘോഷിച്ചത്? 50-ാം വാർഷികം. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം സിയാൽ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. നേപ്പാളിന്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായി പ്രഖ്യാപിച്ചത് പൊഖാറ. ലോകത്തിലെ ആദ്യ 3D പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വന്ന രാജ്യം സൗദി അറേബ്യ. മനുഷ്യനെ അരനൂറ്റാണ്ടിനു ശേഷം വീണ്ടും ചന്ദ്രനിലെത്തിക്കുവാനുള്ള നാസയുടെ ദൗത്യം ആർട്ടമിസ്.
നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രശസ്ത കഥക് കലാകാരൻ പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി. പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി കഥക് കലാകാരൻ. ഫോർട്ട് വില്യം എന്നറിയപ്പെട്ടിരുന്ന കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിന്റെ പുതിയ പേര് വിജയ് ദുർഗ്. വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ ആരംഭിച്ച സംഘടന ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് ഇബ്ക. ദേശീയ ന്യൂനപക്ഷാവകാശ ദിനം ഡിസംബർ 18. വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ ഔദ്യോഗിക റേഡിയോ പ്രക്ഷേപണ സ്ഥാപനം ആകാശവാണി. ഖേൽരത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഡി ഗുകേഷ്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമുള്ള 100ാമത്തെ വിക്ഷേപണം NVS-02. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം ഇന്തോനേഷ്യ. 2024 ഐവറി പുരസ്കാരത്തിന് അർഹയായത് KS ചിത്ര. കേരളത്തിൽ ആദ്യമായി സ്കിൻ ബാങ്ക് നിലവിൽ വന്നത് തിരുവനന്തപുരം. 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ISROയുടെ ചെയർമാൻ വി നാരായണൻ. അർബൻ വേട്ട എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അർബൻ വേട്ട എ സജികുമാർ. 2025 സൂപ്പർ സൺ ദൃശ്യമായ ദിവസം ജനുവരി 4. സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യ മുക്ത മണ്ഡലം ധർമ്മടം. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക. 2024 ബ്രസീലിലാണ് നടന്നത്. ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചിക 2025 1-ാം സ്ഥാനത്തുള്ളത് നോർവേ. 2024 ഡിസംബറിൽ അന്തരിച്ച സംസ്ഥാനത്തെ ആദ്യ വനിതാ ആംബുലൻസ് ഡ്രൈവർ സിസ്റ്റർ ഫ്രാൻസിസ്. തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരം 2025 നേടിയത് KP സുധീരം. 2025 ഹോൾബർഗ് പുരസ്കാര ജേതാവ് ഗായത്രി ചക്രവർത്തി സ്പിവാക്. 2025 ഏപ്രിലിൽ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് തിരുവനന്തപുരം. ഗവർണർക്ക് പകരം മുഖ്യമന്ത്രി സർവകലാശാലയുടെ ചാൻസലറാകാനുള്ള നിയമം പാസാക്കിയ സംസ്ഥാനം തമിഴ്നാട്. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം 2025 ഏപ്രിലിൽ ലഭിച്ച സംസ്ഥാനം കേരളം. ലോക മാതൃദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് മെയ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ച. സംസ്ഥാനത്ത് ഇനി മുതൽ ആന്റിബയോട്ടിക്കുകൾ ഏത് നിറമുള്ള കവറിൽ നൽകുവാനാണ് തീരുമാനിച്ചത്? നീല. 72ാമത് മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിന്റെ വേദി ഹൈദരാബാദ്. 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഫോട്ടോ പകർത്തിയ ഫോട്ടോഗ്രാഫർ ആരാണ്? സമർ എബു എലൂഫാണ്. പാലസ്തീൻ ഫോട്ടോഗ്രാഫറായ സമർ അബു എലൂഫ്. ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വ ദൂര മിസൈൽ ഭാർഗവാസ്ത്ര. ഇന്ത്യയിലെ ആദ്യത്തെ യാചകരഹിത നഗരം ഇൻഡോർ. UPSC ചെയർമാനായി നിയമിതനായത് അജയ് കുമാർ.
അംബികാസുധൻ മങ്ങാടിനെ മലയാറ്റൂർ ഫൗണ്ടേഷൻ അവാർഡിന് അർഹമാക്കിയ നോവൽ അല്ലോഹലൻ. അല്ലോഹലൻ ആരുടെ നോവലാണ്? അംബികാസുധൻ മങ്ങാടിന്റെ നോവലാണ് അല്ലോഹലൻ. 2025 ഏഴാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കൾ. 2025 ഏഴാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കൾ മഹാരാഷ്ട്ര. 2025 മെയ്യിൽ കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത് OM ശാലീന. 2024 YR4 എന്ന ചിഹ്നഗ്രഹം കണ്ടെത്താൻ ഉപയോഗിച്ച ദൂരദർശിനി അറ്റ്ലസ് ടെലിസ്കോപ്പ്. മരണവംശം എന്ന നോവലിന്റെ രചയിതാവ് PV ഷാജി കുമാർ. ത്രിമാന വീഡിയോ കോളുകൾ സാധ്യമാക്കുന്നതിനായി HP-യുമായി ചേർന്ന് ഗൂഗിൾ അവതരിപ്പിക്കുന്ന പുതിയ പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ ബീം. ഒഡീഷയിലെ ഏത് സംരക്ഷിത പ്രദേശമാണ് ഇന്ത്യയിലെ 107ാമത് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്? സിംലിപാൽ. എത്രാമത്തേതാണ്? 107ാമത്തേത്. എവിടത്തെയാണ്? ഒഡീഷയിൽ. ഇന്റർനെറ്റ്, ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമുള്ള അവകാശത്തിന്റെ ഭാഗമാണെന്നാണ് സുപ്രീം കോടതി വിധിച്ചത്? ആർട്ടിക്കിൾ 21. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത സഫീന ലത്തീഫ്. ഇന്ദിര സൗരഗിരി ജലവികാസം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം തെലങ്കാനയാണ്. ബഹിരാകാശത്തേക്കുള്ള ആക്സിയം 4 ദൗത്യത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരി ശുഭാംശു ശുക്ല. നാഷണൽ മാരിടൈം വരുണ അവാർഡ് നേടിയത് രാജേഷ് ഉണ്ണി. സ്മാർട്ട് സംവിധാനം ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിൽ നിലവിൽ വന്നത് എന്നാണ്? 2025 ഏപ്രിൽ 10. 2025 ഏപ്രിൽ 10. ഫ്രെഡ് ഡാരിങ്ടൺ സാൻഡ് ആർട്ട് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. സാൻഡ് ആർട്ട് അവാർഡ് സുദർശൻ പട്നായക് ആണ്. സുദർശൻ പട്നായക്. 100 ദിവസത്തിലകം ഒരു വ്യക്തിയെ അതിജീവിക്കുവാൻ സഹായിച്ച ടൈറ്റാനിയം കൃത്രിമ ഹൃദയം ബൈവാക്കോർ. 2025 ഭൂകമ്പം ബാധിച്ച മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ ബ്രഹ്മ. 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ഹരിയാന. അടുത്തിടെ 100 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് നേടിയത് 100 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് നേടിയത് ഗുരീന്ദർ വീർ സിംഗ് ആണ്. സ്ലോവാക്കിയ കോൺസ്റ്റന്റിൽ സർവകലാശാലയുടെ ഓണററി ഡോക്ടറേറ്റ് പുരസ്കാരം നേടിയത് ദ്രൗപദി മുർമു. അടുത്തിടെ ലിസ്ബണിന്റെ സിറ്റി കീ ഓഫ് ഓണർ ലഭിച്ചത് ദ്രൗപദി മുർമുവിനാണ്. DRDO വിജയകരമായി പരീക്ഷിച്ച ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബ് ഗൗരവ്. 2025 വൃത്തി നാഷണൽ കോൺക്ലേവിന്റെ വേദി തിരുവനന്തപുരം. ഭൗമസൂചിക പദവിയിൽ ഇടം പിടിച്ച കേരളത്തിലെ ആദ്യ ആദിവാസി കരകൗശല ഉൽപ്പന്നം കണ്ണാടിപ്പായ. സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ 2024 സമഗ്ര സംഭാവന പുരസ്കാരത്തിന് അർഹനായത് വി മധുസൂദനൻ നായർ. 2024-25 വർഷത്തെ കോപ്പ ഡെൽ റേ കിരീട ജേതാക്കൾ ബാഴ്സലോണ. ബേർഡ്സ് ഓഫ് ഇന്ത്യ ദി ന്യൂ സിനോപ്സിസ് എന്ന പുസ്തകം തയ്യാറാക്കിയത് ആരാണ്? പ്രവീൺ ജെ. 2025 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം അവർ പവർ അവർ പ്ലാനറ്റ്, നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം.
ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി കാമി റീത്ത ഷെർപ്പയാണ്. കാഴ്ച പരിമിതി നേരിടുന്നവരെ അക്ഷരലോകത്ത് എത്തിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സാക്ഷരതാ മിഷൻ തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് ദീപ്തി. ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ PFBR സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. 2025 ലോക മലേറിയ ദിനത്തിന്റെ പ്രമേയം മലേറിയ എൻഡ്സ് വിത്ത് അസ്, റീഇൻവെസ്റ്റ്, റീഇമാജിൻ, റീഇഗ്നൈറ്റ്. മലേറിയ നമ്മിൽ അവസാനിക്കുന്നു, പുനർനിക്ഷേപിക്കുക, പുനർവിചിന്തനം ചെയ്യുക, പുനരുജ്ജീവിപ്പിക്കുക. ലോകത്താദ്യമായി 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം ജപ്പാൻ. അത്രമേൽ അപൂർണം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ശ്രീകാന്ത് കോട്ടയ്ക്കൽ. സൗദി അറേബ്യയിൽ വെച്ച് നടന്ന അണ്ടർ-18 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി ദേവക് ഭൂഷൺ. ഹൈജംപ് താരം ദേവക് ഭൂഷൺ. സംസ്ഥാനത്ത് പോക്സോ കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സ്കൂൾ അധ്യാപകർക്ക് ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് പ്രോജക്റ്റ് എക്സ്. 2024 US മാഗസിൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് ന്യൂസ് ലോകത്തിലെ ഏറ്റവും മികച്ച ജാവലിൻ ത്രോക്കാരനായിട്ട് തിരഞ്ഞെടുത്തത് നീരജ് ചോപ്രയാണ്. നീരജ് ചോപ്ര. 1975 ഇന്ത്യ പുരുഷ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകം മാർച്ച് ഓഫ് ഗ്ലോറി. വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന് ഏപ്രിൽ 8, 2025. നാറ്റോ രൂപീകരിച്ചതിന്റെ എത്രാമത് വാർഷികമാണ് 2024 ആഘോഷിച്ചത്? 75ാം വാർഷികം. 2025 ലോക കാലാവസ്ഥ ഉച്ചകോടി വേദി ബെലേം ദോ പാര, ബ്രസീലിലെ ബെലേം ദോ പാര. 2024 ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ സന്ദേശം പുകയില വ്യവസായ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക. ലോക പുകയില വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് 31. ലോകത്തിലെ ആദ്യത്തെ AI സുരക്ഷാ ഉച്ചകോടി നടന്നത് ഇംഗ്ലണ്ടിലാണ്. 10ാമത് വേൾഡ് വാട്ടർ ഫോറത്തിന്റെ വേദി ബാലി, ഇന്തോനേഷ്യയിലെ ബാലി. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിക്ക് വേദിയായത് റോട്ടർഡാം, നെതർലാൻഡ്സിലെ റോട്ടർഡാം. മെഴുകുപയോഗിച്ച് പ്രവർത്തിക്കുന്ന SR-75 എന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ജർമ്മനി. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചിഹ്നഗ്രഹമായ സൈക്ക് 16 അമേരിക്കയുടെ നാസ അയച്ച പേടകം സൈക്ക് 16 അയച്ച പേടകമാണ് സൈക്കി. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ യാത്രികരുമായി 2024 ജൂണിൽ വിജയകരമായി വിക്ഷേപിച്ച ബോയിങ്ങിന്റെ പേടകം സ്റ്റാർ ലൈനർ. ChatGPTക്ക് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോം ഗ്രോക്ക്. 2024 ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം ആരെയും പിന്നിലാക്കരുത്, എല്ലാവരെയും കണക്കാക്കൂ. കേൾവി ശക്തിയുടെ പ്രാഥമിക പരിശോധനയ്ക്കായി ലോകാരോഗ്യ സംഘടനയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഹിയർ WHO. ആദ്യമായി മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി ന്യൂറാലിങ്ക്. നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യം സ്വീഡൻ. 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം സുപ്രീം കോടതി. 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാനായ ആസാം സ്വദേശിനി പാർവതി ബർവ. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം എക്സ്പോസാറ്റ്. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് 3S.
ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം. പോയം 3 PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ. പോയം 3. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്ത് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേര്. ശിവശക്തി പോയിന്റ്. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരി ഗോപി ചന്ദ് തോട്ടക്കുറ. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ യാത്ര നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ പൗരൻ ഗോപി ചന്ദ് തോട്ടക്കുറ. സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ സഞ്ജന സംഘി. 2025 പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച മലയാള വ്യവസായി രാമകൃഷ്ണൻ ശിവസ്വാമി. സംസ്ഥാനത്തെ ആദ്യത്തെ സിലിക്കൺ പ്രൂവ്ഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചിപ്പ് കൈരളി AI ചിപ്പ് രൂപകൽപ്പന ചെയ്ത സർവകലാശാല കേരള ഡിജിറ്റൽ സർവകലാശാല. ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ കേന്ദ്രം നിലവിൽ വരുന്നത് കണ്ണൂർ. 2024 JC ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണ്? ടൊവിനോ തോമസ്. കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാക്കിയ 2025 ജനുവരിയിൽ അന്തരിച്ച സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ വ്യക്തി KS മണിലാൽ. 2025 മനത്ത് പത്മനാഭന്റെ എത്രാമത്തെ ജന്മദിനമാണ് ആചരിച്ചത്? 148. 19ാമത് ചേരിചേരാ സമ്മേളനത്തിന് വേദിയായത് കമ്പാല, ഉഗാണ്ടയിലെ കമ്പാല. 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം റഷ്യ. കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയുടെ കവിതാ സമാഹാരം മനോരഥം. തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. 2024 അർജുന അവാർഡിന് അർഹയായ അന്നു റാണി ഏത് മേഖലയിൽ പ്രസിദ്ധയാണ്? അത്ലറ്റിക്സ്. മീർക്കാറ്റ് റേഡിയോ ടെലസ്കോപ്പ് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ദക്ഷിണാഫ്രിക്ക. രാജ്യത്തെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ ഗ്യാനൈറ്റ്സ്. സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് സമുദ്രയാൻ. നിർമ്മിത ബുദ്ധി സേവനങ്ങൾ വിവിധ പ്രാദേശിക ഭാഷകളിലും ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഭാരത് ജൻ. 2024 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ഹാൻക. പെറുവിലെ ലിമയിൽ നടന്ന 2024 ISSF ജൂനിയർ വേൾഡ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കൾ ആയത് ഇന്ത്യ. 2024 ഗ്ലോബൽ നേച്ചർ കൺസർവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 176. നഗരഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവ് അടിസ്ഥാനമാക്കുന്ന അർബൻ ഗവേൺസ് ഇൻഡെക്സിൽ ഒന്നാമത് എത്തിയത് കേരളം. അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ഉച്ചകോടി 2025 നടന്നത് ഏത് രാജ്യത്താണ്? പാരീസ്. വൃദ്ധരുടെ ക്ഷേമത്തിനായി വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് ആരംഭിക്കുന്ന വയോജന സൗഹൃദ പദ്ധതിയാണ് സഹയാത്ര. ലോകത്തിൽ ആദ്യമായി മണലിൽ നിർമ്മിച്ച ബാറ്ററി സ്ഥാപിച്ച രാജ്യം ഫിൻലാൻഡ്. കേരള വ്യവസായ വികസന കോർപ്പറേഷൻ ചെയർമാൻ ബാലഗോപാൽ ചന്ദ്രശേഖർ. സുസ്ഥിര വികസനത്തിനുള്ള UN ഷാങ്ഹായ് ഗ്ലോബൽ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ നഗരം തിരുവനന്തപുരം. ഇന്ത്യയിലെ 58ാമത് കടുവ സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ട ദേശീയോദ്യാനം മാധവ് ദേശീയോദ്യാനം, മധ്യപ്രദേശ്. റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ പൂനം ഗുപ്ത. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ കടൽപ്പാലമായ രാമേശ്വരത്തെ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചതെന്നാണ്? 2025 ഏപ്രിൽ 6. 1975 ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിൻ്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകം മാർച്ച് ഓഫ് ഗ്ലോറി. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കായുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹമായത് കേരളം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ഫസ്റ്റ് ഇൻ ദ വേൾഡ് ചാലഞ്ച് ഗ്രാൻഡിന് അർഹനായത് ഡോക്ടർ ഗൗതം ചന്ദ്ര.
ഡൽഹിയുടെ 9ാമത്തെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് രേഖ ഗുപ്ത. ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിക്ക് വേദിയായത് കൊച്ചി. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. പട്ടുനൂൽ പുഴു എന്ന നോവൽ എഴുതിയത് എസ് ഹരീഷ്. 35 ഗ്രാമി പുരസ്കാരങ്ങൾ നേടി ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടുന്ന വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ബിയോൺസെ ആണ്. പോപ്പ് താരം ബിയോൺസെ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആനന്ദിനെയാണ് ദേശീയ സർവകലാശാലയാക്കി മാറ്റാനുള്ള ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ത്രിഭുവൻ സഹകാരി സർവകലാശാല എന്നായിരിക്കും പുതിയ പേര്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിൽ. എവറസ്റ്റിലെ മലിനീകരണം കണക്കിലെടുത്ത് എവറസ്റ്റിലേക്കുള്ള പെർമിറ്റ് ഫീസ് കൂട്ടിയ രാജ്യം നേപ്പാളാണ്. നേപ്പാൾ. ഇന്നത്തെ ക്ലാസ്സിൽ 250 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. എല്ലാം തന്നെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.